അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനുവേട്ടൻ ഇങ്ങനെ ലാപ്പിൽ ഇങ്ങനെ ഓരോന്നൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പം മനുവേട്ടൻ ഒരു കോൾ വരികയാണ്. അത് വേറെ ആരല്ല, നമ്മുടെ അലീനയാണ്. അപ്പോൾ അലീന ചോദിക്കുകയാണ്, ആഹാ വിളിച്ചപ്പോഴേ എടുത്തല്ലോ, എന്നാ ഫോണിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം അവൻ പറയാണ്, ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, വെയിറ്റിംഗ് എൻ്റെ കോളിന് വേണ്ടിയോ? അപ്പം പുള്ളിയാണ്. അപ്പം മനുവേട്ടൻ പറയും, ഏയ് അല്ല, എൻ്റെ കമ്പനിയിലുള്ള വേറൊരു സുന്ദരി പെണ്ണുണ്ട്, അപ്പം അവൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അലീന ചോദിക്കുകയാണ്, അതാരാണ് ആ ഒരു സുന്ദരി? ഇതുവരെ മനുവേട്ടൻ പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. അന്നേരം മനുവേട്ടൻ പറയാണ്, ഞാൻ പറയാതിരുന്നത് വെറുതെ കുശുമ്പ് വർക്കൗട്ട് ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അലീന ചോദിക്കണം, അപ്പോൾ പിന്നെ എന്തിനാ അങ്ങോട്ട് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ വിളിച്ചാൽ പോലെ, വിളിക്കാൻ തോന്നിയാൽ വിളിക്കണ്ടേ? അപ്പോൾ മനുവേട്ടൻ പറയാണ്, അങ്ങനെയല്ല, അത് നമ്മൾ മിണ്ടാൻ ആഗ്രഹിച്ചാലും അവരിങ്ങോട്ട് വിളിക്കുമ്പം അതിനവിടെ ഒരു വെയിറ്റ് ഉള്ളത്, അതാണ് അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അലീന പറയണം, വെയിറ്റ് രണ്ട് വെയിറ്റും കൂടി കൺഫ്യൂഷനായി. അപ്പോൾ നമ്മുടെ മനുവേട്ടൻ ഇങ്ങനെ ചോദിക്കണം, അല്ല വേറൊരു സുന്ദരീനെ വിളിക്കാമെന്ന് പറഞ്ഞു, അപ്പോൾ നിനക്ക് കുശുമ്പൊന്നും തോന്നിയില്ല? അപ്പോൾ അവൾ പറഞ്ഞേ ഇല്ല. എന്നിട്ട് ചോദിക്കുകയാണ്, എന്തേ തോന്നണമായിരുന്നോ? മനു പറയാണ്, സ്നേഹം ഉണ്ടെങ്കിൽ കുശുമ്പൊക്കെ തോന്നും. അപ്പോൾ അവൾ പറയാണ്, എനിക്കുള്ള കാര്യം എനിക്ക് കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ സംശയിക്കുന്നത്? ആ മറുപടി നമ്മുടെ മനുവേട്ടൻ അങ്ങനെ വല്ലാണ്ട് ഇഷ്ടമായി. മനുവേട്ടൻ പറയണം, നല്ല അഡാറും മറുപടി, ഒരു പിടിയും തരരുത് കേട്ടോ. അപ്പം നമ്മുടെ അലീന പറയാണ്, എൻ്റെ സംശയം അതല്ലായിരുന്നു മനുവേട്ടൻ എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞു പോയെന്നാണ് എൻ്റെ ഒരു സംശയം. കാരണം ഇപ്പോൾ പഴയ പോലത്തെ അന്വേഷണമൊന്നും ഇല്ലല്ലോ എന്ന് പറയാണ്. അപ്പം മനുവേട്ടൻ പറയാണ്, അപ്പോൾ പരിഭവമൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ മനുവേട്ടൻ പറയണേ, ഇല്ല കുറഞ്ഞു പോയിട്ടില്ല, എനിക്ക് സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ. കാരണം നേരത്തെ നീ ഉണ്ടായിരുന്ന സമയത്ത് നീ എൻ്റെ അരികിലുണ്ടല്ലോ എന്ന് എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു. ഇപ്പം നേരെ മറിച്ച് അങ്ങനെയല്ല. അപ്പം നമ്മുടെ അലീന ചോദിക്കുകയാണ്, എന്തേ ഞാൻ ഒരുപാട് അകന്നു പോയെന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ? അപ്പം മനുവേട്ടൻ പറയാണ്, അല്ല അങ്ങനെയല്ല, നീ ഇപ്പം എൻ്റെ അടുത്തിരുന്നതിനേക്കാട്ടിലും വളരെ സേഫായിട്ടുള്ള ഒരു സ്ഥലത്താണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷമാണ്. കാരണം സ്വന്തം അപ്പൻ്റെ അടുത്താണല്ലോ നീ ഇരിക്കുന്നത്, അവിടെ എല്ലാ സുഖ സൗകര്യങ്ങളും സംരക്ഷണം ഉള്ളിടത്ത് തന്നെയാണല്ലോ എന്നിങ്ങനെ നമ്മുടെ മനുവേട്ടൻ പറയുമ്പോൾ നമ്മുടെ അലീന പറയാണ്, ഞാൻ അച്ഛൻ്റെ അടുത്ത് ഇതിനെക്കാട്ടിലും ഹാപ്പിയും സെക്യൂറും ആയിരുന്നു എന്നിങ്ങനെ പറയാണ്. അച്ഛനോടുള്ള ഇൻറ്റിമസിയുടെ അത്ര എനിക്ക് ഇവിടെ പപ്പയനോടില്ല. അവിടെയായിരുന്നു ഞാൻ കുറച്ചും കൂടി ഹാപ്പിയും സംരക്ഷണവും ഒക്കെ എനിക്ക് കിട്ടിയിരുന്നത്. അച്ഛനാണ് എൻ്റെ റോൾ മോഡൽ അച്ഛൻ എന്നിങ്ങനെ പറയണം. അപ്പോഴത്തേനും മനുവേട്ടൻ പറയാണ്, അപ്പം മനുവേട്ടൻ പറയാണ്, നീ ഇത് അച്ഛനോട് പറയണം, ഇങ്ങനൊരു കാര്യം അച്ഛൻ കേൾക്കുമ്പോഴത്തേക്കിന് ഒരുപാട് സന്തോഷമായിരിക്കും, ബാല്യന്തനങ്ങൾ ഉണ്ടാവണത് എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ അലീന പറയണേ, അതിൻ്റെ ആവശ്യമില്ല, ഞാൻ പറയേണ്ട തന്നെ അച്ഛനറിയാം എൻ്റെ മനസ്സിലുള്ളത്. അപ്പം നമ്മുടെ മനുവേട്ടൻ പറയണം, നിനക്കറിയാത്തൊരു സത്യം ഞാൻ പറയട്ടെ, ശരിക്കും ബാല്യന്തനങ്ങളായിരുന്നില്ല നിൻ്റെ ലോക്കൽ ഗാർഡിയൻ. അപ്പം അലീന നിൽക്കണേ, അയ്യോ അതാരാ, പിന്നെ ആരായിരുന്നു? അപ്പം പുള്ളി പറയാണ്, വേറെ ആര്, ഞാനായിരുന്നു നിൻ്റെ ലോക്കൽ ഗാർഡിയൻ. ഇവിടുന്ന് പോകുന്നവരെ നീ അങ്ങനെ വിശ്വസിച്ചു, പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഞാനായിരുന്നു നിൻ്റെ ലോക്കൽ ഗാർഡിയൻ. കാരണം മുത്തശ്ശൻ നിന്നെ ഏൽപ്പിച്ചു തന്നത് എനിക്കായിരുന്നു. മുത്തശ്ശൻ പോയതിനു ശേഷം നിനക്കുള്ള ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനാണ് നിൻ്റെ ലോക്കൽ ഗാർഡിയൻ. അപ്പോൾ ഉടനെ നമ്മുടെ അലീന, ശരി കറക്റ്റ്, അത് തന്നെ. ഞാൻ കരുതി അച്ഛനായിരിക്കും എൻ്റെ ലോക്കൽ ഗാർഡിയൻ. ഇപ്പോഴല്ലേ അറിഞ്ഞത് മനുവേട്ടനാണ് എൻ്റെ രക്ഷകർത്താവെന്ന്. ഇതൊക്കെ ഇപ്പോഴാണോ പറയുന്നത്? ഇതൊക്കെ നേരത്തെ പറയണ്ടേ എന്നൊക്കെ പറയണം. അപ്പം തമാശയ്ക്ക് പറയാണ് പുള്ളിക്കാരത്തെ. അങ്കിൾ വെറും കസ്റ്റോഡിയൻ മാത്രമല്ലേ, എനിക്കായിരുന്നല്ലോ ഫുൾ റെസ്പോൺസിബിലിറ്റി, അപ്പം ഞാനായിരുന്നല്ലോ രക്ഷകർത്താവ്. അപ്പം നമ്മുടെ അലീന ചോദിക്കുകയാണ്, അപ്പോൾ ഇപ്പോഴോ? ഇപ്പം അങ്ങനെയല്ലോ, ഇപ്പം നിനക്കൊരു ഓണറില്ലേ, സ്വന്തം പിതാവ്. ആ പുള്ളി നിൻ്റെ കസ്റ്റോഡിയനാണ്, നിൻ്റെ രക്ഷകർത്താവാണ്, എല്ലാമാണ്. മനുവേട്ടൻ ഇങ്ങനെ പറയാണ്, റിട്ടയർഡ് കേണൽ സ്റ്റാർലി ജോസഫിൻ്റെ മകൾ എന്ന് പറയുന്നൊരു വലിയ അഭിമാനമല്ലേ എന്നിങ്ങനെ പറയുമ്പോഴത്തേനും നമ്മുടെ അലീന പറയാണ്, അതെ മനുവേട്ട, ഞാൻ ഇപ്പോൾ അത് മനസ്സിലാക്കുന്നുണ്ട്, ഇപ്പം ഇങ്ങനെ തിരിച്ചറിഞ്ഞ് തുടങ്ങി. മനുവേട്ടൻ ഇങ്ങനെ അന്വേഷിക്കുകയാണ്, അല്ല എതിരാളികൾ ആരെങ്കിലും രംഗപ്രവേശനം നടത്തിയോ? അന്നേരം അലീന പറയണേ, ഇല്ല, പക്ഷേ വരും എന്നിങ്ങനെ പറയാണ്. സാരമില്ല, നീ ഹാപ്പി ആയിട്ടിരിക്കുക എന്നിങ്ങനെ പറയാണ്. അന്നേരം തിരിച്ച് നമ്മുടെ അലീന ചോദിക്കുകയാണ്, മനുവേട്ടൻ എന്നാണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നു? അന്നേരം പുള്ളി പറയണം, എന്നാ വിശേഷം, സുഖമായിട്ടിരിക്കുന്നു, നീ വിളിച്ചതുകൊണ്ട് പൂർണ്ണ സുഖം, പൂർണ്ണ സന്തോഷം എന്നിങ്ങനെ പുള്ളി പറയാണ്. അപ്പോഴത്തേനും നമ്മുടെ അലീന, മനുവേട്ടൻ ചുമ്മാ പോയി കളിയാക്കാണ്ട്. അപ്പോൾ ഉടനെ മനു പറയാണ്, സത്യമായിട്ട് പറഞ്ഞാണെന്നേ. നമ്മുടെ അലീന പറയാണ്, എന്നാൽ ശരി മനുവേട്ട, എന്നാൽ വെച്ച് ഓക്കെ ബൈ, ഞാൻ വെക്കുക കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവർ ഗുഡ് ബൈയും ഗുഡ് നൈറ്റും ഒക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ എല്ലാ തവണത്തെയും ഫോൺ കോൾ പോലെ തന്നെ രണ്ടുപേരും കോൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സ്വപ്നങ്ങൾ കാണും, എന്തൊക്കെ ആലോചിച്ച് പുഞ്ചിരിച്ച് ഇങ്ങനെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് രണ്ടുപേരും ഇങ്ങനെ എന്തൊക്കെ ആലോചിക്കുകയാണ്. അങ്ങനെ അവരെ രണ്ടുപേരും കൂടെ കാണിച്ചുകൊണ്ട് ആ ഒരു സീൻ അവസാനിക്കുന്നു. അപ്പോൾ നമ്മുടെ അലീന ഇങ്ങനെ കിടന്നുറങ്ങണം. അപ്പോൾ ആ സമയത്ത് ആരോ ഡോറ് നോക്ക് ചെയ്യുന്നു. അപ്പം അലീന ഇങ്ങനെ പറയാണ്, തുറന്നോ, ലോക്ക് ചെയ്തിട്ടില്ല കേട്ടോ എന്ന് പറയാണ്. അപ്പോഴത്തേനും ഡോറ് തുറന്ന് ദേ വരുന്നു നമ്മുടെ സ്റ്റാൻലി പപ്പ. അപ്പോഴേക്കും നമ്മുടെ അലീന ഇങ്ങനെ മേലാത്ത പോലെ ഇങ്ങനെ പയ്യെ എണ്ണീറ്റു. അപ്പോഴേക്കും നമ്മുടെ സ്റ്റാൻലി പപ്പ ചോദിക്കുകയാണ്, നീ എന്നെ ഉറക്കമായോ? അപ്പോൾ അവൾ പറയണം, ഉറക്കമൊന്നും ആയില്ല, ഞാൻ വെറുതെ കിടന്നേ ഉള്ളൂ. പുള്ളി ചോദിക്കുകയാണ്, അല്ല നീ എന്നാ ഇത്ര നേരത്തെ കിടന്നു, ഇവിടെ ഫുഡ് കഴിക്കേണ്ട സമയമൊക്കെ ആയതേ ഉള്ളല്ലോ. അപ്പോൾ അവൾ പറയാണ്, ഞാൻ ജസ്റ്റ് ഇപ്പോൾ കിടന്നേ ഉള്ളൂ, എന്താ അറിയില്ല, വല്ലാത്തൊരു ക്ഷീണം, അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് കിടന്നതാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാൻലി ചോദിക്കുകയാണ്, നിനക്ക് എന്തുകൊണ്ടാണ് ക്ഷീണം വന്നതെന്ന് അറിയാമോ? അപ്പോൾ അവൾ പറയാണ്, എനിക്കറിയാം, ഫുഡ് കഴിക്കാത്തതുകൊണ്ട്. എല്ലാം അറിയാമല്ലേ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പുഞ്ചിരിക്കും. അപ്പം നമ്മുടെ സ്റ്റാൻലി പപ്പ പറയാണ്, ഞാൻ ഒരു പട്ടാളക്കാരനാണ്, എന്നെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് നീ കരുതുന്നുണ്ടോ? അപ്പോൾ അലീന പറയാണ്, ഇല്ല, ഞാൻ തോറ്റു തന്നാൽ ആ പ്രശ്നം അങ്ങ് തീരില്ലേ? അപ്പോൾ സ്റ്റാൻലി പപ്പ പറയാണ്, ഇപ്പം നീ തോക്കണമെങ്കിൽ നീ എൻ്റെ കൂടെ വന്ന് ഭക്ഷണം കഴിക്കണം. അപ്പോൾ അവൾ പറയാണ്, ഞാൻ ഇപ്പം തോറ്റു തരാം പപ്പ, പക്ഷെ എപ്പോഴും എന്നോട് തോക്കാനായിട്ട് പറയരുത്, ഒരുപാട് തോറ്റിട്ട് വന്നേയല്ലേ പപ്പ ഞാൻ എന്നും. എന്നിട്ട് നീ ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാമെന്നും പറഞ്ഞാൽ നമ്മുടെ സ്റ്റാൻലി പപ്പ അലീനൻ്റെ നേർക്കോട്ട് ഇങ്ങനെ കൈ കൊടുക്കുന്നു. അപ്പോഴത്തേന് പുള്ളിക്കാരത്തിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട്
കയ്യിലോട്ട് ഇങ്ങനെ കൈ വെക്കുന്നു. അങ്ങനെ നമ്മുടെ അലീനയെ കൂട്ടിക്കൊണ്ട് സ്റ്റാൻലി പപ്പ ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ഒരു ഡൈനിങ് ടേബിളിലെത്തി. എന്നിട്ട് സ്റ്റാൻലി പപ്പ അവൾക്ക് ഇങ്ങനെ ചെയറൊക്കെ എടുത്തിട്ട് കൊടുക്കുന്നു. എന്നിട്ട് രണ്ടുപേരും ചെയറിലിരിക്കുന്നു. അപ്പോൾ തൊട്ട് പിന്നാലെ ആ 2 വേട്ടാവിളിയന്മാരും ഉണ്ട്. പുള്ളിക്കാരൻ ഇങ്ങനെ ലൈം ജ്യൂസ് എടുത്തിട്ട് അവളുടെ നേർക്ക് നീട്ടുകയാണ്. അപ്പോൾ അവൾ ചോദിച്ചാൽ ഇതെന്താ, ഇത് ലൈം ജ്യൂസാണ്, ഇങ്ങനെയാണ് നിരാഹാര സമരം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അവളിങ്ങനെ ജസ്റ്റ് ഒന്ന് ചിരിച്ചിട്ട് അത് വാങ്ങുന്നു. എന്നിട്ട് ഇങ്ങനെ പുള്ളിക്കാരത്തി പറയാണ്, ഞാൻ വല്യപ്പച്ചനെ കൂടെ പോയി വിളിച്ചിട്ട് വരട്ടെ, എൻ്റെ കൂടെ സമരത്തിന് കൂടെ നിന്ന ആളല്ലേ പാവം എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേനും സ്റ്റാൻലി പറയണം, അത്ര പാവമൊന്നുമല്ല, നിന്നെ കാണുമ്പോൾ എന്നെ മറക്കുന്ന മനുഷ്യനാണ് എന്നിങ്ങനെ പറയണം. എന്നിട്ട് ആൻ്റപ്പനോട് പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നീ പോയി വിളിച്ചിട്ട് വാ വല്യപ്പച്ചനെ എന്ന് പറഞ്ഞു. അപ്പം സ്റ്റാൻലി പൗലോസിനോട് പറയാണ്, പൗലോസേ നിനക്കിതെൻ്റെ മോളാണെന്ന് അറിയാമല്ലോ. അപ്പം പുള്ളി എന്നിങ്ങനെ മൂളി. അപ്പോൾ ഉടനെ ഈ പുള്ളി പറയാണ്, പൗലോസെ അറിയാമെങ്കിൽ വാ തുറന്ന് അറിയാമെന്ന് തന്നെ പറയണം. അപ്പോൾ പുള്ളി സാർ, അപ്പം ഇനി നാളെ മുതൽ ഇവൾ പറയുന്നത് വേണം കേൾക്കാൻ. ഇവളിപ്പോൾ അടുക്കളയിൽ പറയാണ് നാളെ സദ്യ വേണം, അപ്പോൾ സദ്യ ഉണ്ടാക്കി കൊടുക്കണം. നാളെ പറയാണ് ഫുഡ് ഉണ്ടാക്കണ്ട, അപ്പോൾ ഫുഡ് ഉണ്ടാക്കണ്ട. അപ്പോൾ അവൾ എന്താണോ പറയുന്നത് അത് നീ കേട്ടേ പറ്റൂ എന്നിങ്ങനെ പറയാണ്. പുള്ളി ഇങ്ങനെ മൂള്. അപ്പോൾ അന്നേരം പറയണം, നീ കേട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം. അപ്പോൾ ഉടനെ പുള്ളി പറഞ്ഞില്ല ഞാൻ കേട്ടു, ഇനി ഇവളുടെ പരാതിയും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരാൻ പാടില്ല. അതായത് നിനക്ക് 2 ചോയ്സേ ഉള്ളൂ. ഒന്നെങ്കിൽ നിനക്ക് ഇവൾ പറയുന്നത് കേട്ട് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം, അല്ലാത്ത പക്ഷം നിനക്ക് ജോലി മതിയാക്കിയിട്ട് ഇവിടുന്ന് പോവാം. ഇത് കേൾക്കുമ്പോഴത്തേനും രണ്ടുപേരും ചെറുതായിട്ടും സ്ലൈറ്റായിട്ട് ഞെട്ടുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പറയുകയാണ്, എന്താണെന്ന് വെച്ചാൽ നീ തീരുമാനിക്കുക, ഇതൊന്നും നിന്നോട് ദേഷ്യത്തോടെ പറയുന്നില്ല, ഒരു സജഷൻ പറയാമെന്ന് നീ വിചാരിച്ചാൽ മതി എന്നിങ്ങനെ പറയുമ്പോഴത്തേനും BGM ഒന്ന് വരുമ്പോഴത്തേക്കിന് ആ ഒരു ബുദ്ധിമുട്ട് രണ്ടുപേരുടെ ഫേസിൽ കാണാം. അലീനയ്ക്ക് ചിരിക്കണോ കരയണോ എന്നറിയാത്തൊരു ഫീലിങ്ങിൽ നിൽക്കുന്നു. പുള്ളി ഞെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് സ്റ്റാൻലി അതൊരു സ്നേഹത്തോടെ തന്നെയാണ് പറയുന്നത്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയടാ പൗലോസേ എന്ന് പറയണം. അപ്പോഴത്തേനും പുള്ളി പറയാണ്, ഇത്രയും നാൾ ഞാൻ ഒരു പരാതിയും കേൾപ്പിക്കാതെയാണ് ഇത്രയും നാൾ എല്ലാ കാര്യങ്ങളും ചെയ്തത്. സാർ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ ഒരു കൊള്ളാത്ത ആളാണ്, അല്ലെങ്കിൽ എൻ്റെ ഫുഡ് കൊള്ളില്ല എന്ന്. അപ്പം കേരള പറയാണ്, എനിക്കിപ്പോഴും ആ ഒരു അഭിപ്രായം തന്നെയാണ്. നീ മിടുക്കനാ പൗലോസേ, നിന്നെ പോലെ ഇത്രയും നല്ല രീതിയിൽ ടേസ്റ്റി ആയിട്ട് ഫുഡ് കുക്ക് ചെയ്യുന്ന ഒരാളെ എനിക്ക് അറിയില്ലടാ. ഞാൻ പറയുന്നത് ഇനി മുന്നോട്ടുള്ള നമ്മുടെ കാര്യമാണ്. അലീനയുടെയും കൂടെ അഭിപ്രായം പരിഗണിച്ചിട്ട് വേണം നീ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിനക്ക് എന്നിട്ട് ഇങ്ങനെ സ്റ്റാൻലി ചോദിക്കുകയാണ്. അപ്പം പുള്ളി പറയാണ്, എനിക്കൊന്ന് ആലോചിക്കണം, ഞാൻ ആലോചിച്ചിട്ട് പറയാം. അപ്പോൾ സ്റ്റാൻലി പറയണം, നിനക്ക് ആലോചിക്കാൻ കാലത്ത് വരെ ഞാൻ സമയം തരാം, എന്നിട്ട് നീ പറയണം, എന്നിട്ട് പോയിക്കോളാൻ പറയാണ്. എന്നിട്ട് പുള്ളി അങ്ങ് പോയി. അപ്പോഴത്തേനും അലീനയ്ക്ക് ഒരു സന്തോഷം എന്നിട്ട് പുള്ളി അതിങ്ങനെ ചിരിച്ച് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാൻലിയാണ്, ഇത്രയും മതിയോ നിനക്ക്? അപ്പോഴത്തേനും ആൾ പറഞ്ഞു, മതി പപ്പ മതി, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേനും പുള്ളി ആ ലൈം ജ്യൂസ് കൊടുത്തിട്ട് പറയണം, ഞാൻ ഇത് കുടിക്കുന്നു പറയണം. അപ്പോൾ അവളത് വാങ്ങി ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ കുടിക്കുകയാണ്. അവളിങ്ങനെ ഭയങ്കര പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അറ്റ് സെയിം ടൈം പുള്ളി ഇങ്ങനെ അവളുടെ ആ ഒരു ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തതിൻ്റെ സന്തോഷം എല്ലാം ആയിട്ട് മോളെ ഇങ്ങനെ വല്ലാണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയണം, നിൻ്റെ ഫാസ്റ്റിംഗ് അവസാനിച്ചല്ലോ. എന്നിട്ട് പുള്ളി ഇങ്ങനെ ഫുഡ് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ദിവസം കണ്ടതാണ് ഇതുപോലെ ഫുഡ് എടുത്ത് കൊടുക്കാം. അപ്പം ഇവിടെ ആർക്കും ഫുഡ് എടുത്ത് കൊടുക്കില്ല, സെൽഫ് സർവീസാണ് ചെയ്യേണ്ടതെന്ന് പുള്ളി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അങ്ങനെ ഇരുന്ന പുള്ളിയാണ് അവൾക്ക് ഇങ്ങനെ ഫുഡൊക്കെ പകർന്നെടുത്ത് കൊടുക്കുകയാണ്. അതൊക്കെ ഇങ്ങനെ ഭയങ്കര ഒരു ക്യൂട്ടായിട്ട് ഭയങ്കര സന്തോഷത്തോടെ ഭയങ്കര സ്നേഹത്തോടെ ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് നമ്മുടെ അലീന. അപ്പോൾ ഇങ്ങനെ കേരള ചോദിക്കുകയാണ്, എന്തേ നോക്കിയിരിക്കണമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കിനും പുള്ളിക്കാരത്തി ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് വന്നിട്ട് ഭയങ്കര സോഫ്റ്റായിട്ട് പുള്ളിയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു. എന്നിട്ടേക്കാണ് സോറി പപ്പ എന്ന് ഭയങ്കര സ്നേഹത്തോടെ ഭയങ്കര കൊഞ്ചി ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കിനും പുള്ളിക്ക് വിഷമമാവുന്നുണ്ട്. പുള്ളിയുടെ കണ്ണൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് നിറയുകയാണ്. ചോദിക്കുകയാണ്, എന്തിനാ സോറി പപ്പനോട് സമരം ചെയ്തതിന്? അപ്പോൾ പുള്ളി പറയണം, അപ്പോൾ സമരം തന്നെ ആയിരുന്നല്ലേ? അപ്പം പിന്നെ അവൾ പറയാണ്, സോറി കേട്ടോ. അവളിങ്ങനെ പ്ലേറ്റിലോട്ട് നോക്കിയിട്ട് പുള്ളിനെ നോക്കിയിട്ട് പറയുകയാണ്, അതെ പപ്പ എന്തെങ്കിലും എനിക്കൊന്ന് എടുത്തതാ എന്നിങ്ങനെ പറയണം. അപ്പം അയാളിങ്ങനെ നോക്കുകയാണ്. അപ്പോഴത്തേക്കും അവൾ പറയുകയാണ്, പപ്പ എന്തെങ്കിലും എടുത്തതാ എന്നിട്ട് വേണം എനിക്ക് എൻ്റെ നിരാഹാരം അവസാനിപ്പിക്കാൻ. അപ്പം പുള്ളി പറയണം, അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് വെച്ചാൽ പുള്ളിയുടെ ആ നിയമാവലിയിൽ ഇല്ലാത്തൊരു കാര്യമാണെന്ന് തോന്നുന്നു. എന്നാൽ പിന്നെ ഇത് ആഡ് ചെയ്തേക്കാം. ഓക്കെ പുള്ളി ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്ന് പറഞ്ഞു. പുള്ളി ഇങ്ങനെ എന്തോ ഒരു സാധനം ഇങ്ങനെ സ്പൂൺ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ സ്പൂൺ ഇങ്ങനെ വെച്ച് നീട്ടുകയാണ്. അപ്പോഴത്തേക്കും അവൾ പറയണം, ഇതെന്നാ ഇത് ഇരുമ്പല്ലേ, എനിക്ക് പപ്പയുടെ കൈ കൊണ്ട് താ. പുള്ളി ഒരു സെക്കൻഡ് ഒന്ന് സ്ട്രക്ക് ആവുന്നുണ്ട്. എന്നിട്ട് പുള്ളി ഇങ്ങനെ നോക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരപ്പൻ അയാളുടെ മോക്ക് ഫുഡ് എടുത്ത് തരുന്നതല്ലേ. അപ്പോൾ പുള്ളിക്ക് അതും കൂടെ സൂചിച്ചു. പുള്ളി ഇങ്ങനെ ഒരു ചെറിയ പുഞ്ചിരിയും അറ്റ് ദ സെയിം ടൈം ഒരു കണ്ണൊക്കെ നിറഞ്ഞ പുള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ പുള്ളി എന്നിട്ട് പറയാണ്, ഇതൊക്കെ ഒരുമാതിരി ചീപ്പ് സെൻറ്റിമെൻറ്റ്സ് അല്ലേ? അപ്പോൾ അവൾ പറയണം, അതൊക്കെ പപ്പയ്ക്ക്, എനിക്ക് അങ്ങനെയൊന്നുമല്ല. വീണ്ടും ഇങ്ങനെ ചപ്പാത്തി എന്തോ എടുത്തിട്ട് പുള്ളി ഇങ്ങനെ പ്ലേറ്റിലേക്ക് വെച്ച് നീട്ടുകയാണ്. അപ്പോഴത്തേക്കും അവൾ പറഞ്ഞു, ഇങ്ങനെയല്ല ആന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവേ, നമ്മൾ എന്താണ് ഈ കാണുന്നത്? അതായത് സ്പൂണും ഫോക്കും മാത്രം വെച്ചുകൊണ്ട് സ്വന്തം പ്ലേറ്റിൽ ടേബിൾ മാനേഴ്സ് കീപ്പ് ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ് സ്വന്തം പ്ലേറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് എടുത്ത് വായിൽ നമ്മുടെ അലീനയ്ക്ക് വെച്ച് കൊടുക്കുന്നത്. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് സ്റ്റാൻഡിലും ഇരിക്കണത്. അതുപോലെ അലീനയും പിന്നെ കാണുന്നത് നമ്മൾ. അപ്പം നമ്മുടെ പുള്ളിക്കാരത്തേക്കും ഭയങ്കര ഒരു ആഗ്രഹം, കാരണം ഇങ്ങോട്ട് കിട്ടിയല്ലോ. അവളിങ്ങനെ പ്ലേറ്റിലോട്ട് നോക്കുകയാണ്. എന്നിട്ട് അവളിങ്ങനെ പുള്ളീനെ നോക്കിയിട്ട് ആ ഒരു ചപ്പാത്തി എടുത്തിട്ട് അതിങ്ങനെ പുള്ളിയുടെ നേർക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പം പുള്ളി എന്താ ഇത് എന്നാണ് പറയുന്നത്. പ്ലീസ് പപ്പ, ആദ്യമായിട്ട് പപ്പയുടെ മോള് പപ്പയ്ക്ക് തരുമല്ലേ പ്ലീസ് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും പുള്ളി വാകാട്ടുകയാണ്. അപ്പോഴത്തേക്കും അവളിങ്ങനെ ആ ഒരു ഫുഡ് എടുത്തിട്ട് നമ്മുടെ സ്റ്റാൻലി പപ്പയുടെ വായിലോട്ട് വെച്ച് കൊടുക്കുന്നു. പുള്ളിക്ക് ഭയങ്കര സന്തോഷം, പുള്ളിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു. അലീന കരഞ്ഞു. കണ്ടിട്ട് പറയാണ്, താങ്ക് യു പപ്പ
അയാളും തിരിച്ചിങ്ങനെ താങ്ക് യു പറയാണ്. അപ്പോൾ അവളും ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ട് താങ്ക് യു അങ്ങനെ ഒരു താങ്ക് യു പറഞ്ഞ് കളിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ കണ്ണി നോക്കിയാണ്. അപ്പോഴത്തേനും വലിയ പൊട്ടി കരയാൻ തുടങ്ങി. അപ്പോഴത്തേക്കിനും പുള്ളി പറയാണ് കഴിക്കുമ്പോൾ കഴിക്കുന്നു പറഞ്ഞിട്ട് അവളോട് കഴിക്കാൻ പറയാണ്. അവളിങ്ങനെ പെട്ടെന്ന് കയറി പറയാണ് പപ്പാ ഞാൻ പോയി വല്യപ്പച്ചനെ കൂട്ടിയിട്ട് വരാം പപ്പാ എന്ന് പറയുന്നത് പ്ലീസ് എന്ന് പറയുമ്പോഴത്തേനും പുള്ളി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തലയാട്ടി സമ്മതിക്കുകയാണ്. പുള്ളി ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും അവൾ ഭയങ്കര സന്തോഷിച്ച് പോവാണ്. അപ്പോഴത്തേനും ആ ഒരു ടൈമിൽ സ്റ്റാൻലിയുടെ മുഖത്ത് ഇതുവരെ ഇല്ലാത്തൊരു വല്ലാത്ത ഒരു ലൈക്ക് ഭയങ്കര ഒരു സന്തോഷം, ഭയങ്കര പ്ലസൻ്റ് ആയിട്ട് ഭയങ്കര ഒരു നല്ല സ്മൈലിംഗ് ഫേസോടെ പുള്ളി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേനും പുള്ളിനെ കണ്ട് വല്യപ്പച്ച പാ നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ ഉടനെ പുള്ളി പറഞ്ഞു അതെന്തിനാ നമ്മളിന്ന് സമരത്തിലല്ലേ. അപ്പം പുള്ളി പറയാണ് അത് സാരമില്ല വാന്നേ അതിൽ വന്ന് ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പം ഞാനാണെങ്കിൽ പോയതുമില്ല. ഇപ്പം എങ്ങനെയാ നാണം കെട്ട് അങ്ങോട്ട് വരുന്നത്. അപ്പോഴത്തേക്കിനും അവൾ പറയാം എൻ്റെ അവധിക്കുട്ടി ചായ സമരം തീർന്നു, സാധനം കോംപ്രമൈസ് ആയി. അപ്പോഴത്തേക്കിനും അയാളും അതെങ്ങനെ. മണിക്കൂറുകളോളം നീണ്ടുനിന്ന സമാധാന ചർച്ചയ്ക്കൊടുവിൽ റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ് തൻ്റെ മകളായ അലീനയുടെ അടിസ്ഥാന ആവശ്യം സമ്മതിച്ചു കൊടുത്തു. അപ്പോൾ പുള്ളിക്കടേ നമ്മൾ സമരം ജയിച്ചോ? ജയിച്ചോന്നേ. അതെങ്ങനെ നമ്മൾ ചെയ്തു? എന്നതാ സംഭവിച്ചത് എന്നോട് പറ. അപ്പം നമ്മുടെ അലീന പറയാണ് പപ്പ എന്നെ ഡൈനിങ് ടേബിളിലോട്ട് വിളിച്ചുകൊണ്ടുപോയി. പൗലോസ് ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു അവിടെ. എന്നിട്ട് പൗലോസ് ചേട്ടനോട് പറയാം അലീന എന്ത് പറഞ്ഞാലും അത് അനുസരിച്ചോണമെന്ന്. അപ്പം നമ്മുടെ ഔതുകുട്ടിച്ചായൻ പറയാം അപ്പം പൗലോസ് പ്ലിങ് ഴേക്കും അലീന ഇങ്ങനെ ബാബാ ഇന്ന് ഫുള്ളും അപ്പച്ചൻ വിശന്നിരിക്കുമല്ലായിരുന്നു, അപ്പോൾ നമുക്ക് പോയി കഴിക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളീനെ ഇങ്ങനെ ധൃതി കൂട്ടുകയാണ്. അപ്പോഴത്തേക്കിന് പുള്ളി പറയാണ് എൻ്റെ മോളെ സത്യം പറയാലോ ഇന്ന് രാത്രി എല്ലാവരും ഉറങ്ങി പോയി കട്ട് കഴിച്ചാലോ എന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കിന് അലീന ഔതുകുട്ടിച്ചായ പേര് കളഞ്ഞ് പൊളിക്കല്ലേ. അപ്പോഴത്തേക്കിന് പുള്ളി പറയാണ് ഇനി അതൊന്നും വേണ്ടല്ലോ എന്തായാലും പാ എന്നും പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ അവളുടെ കൂടെ പോകണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഡൈനിങ് ടേബിളിലോട്ട് ചെല്ലുകയാണ്. രണ്ട് കുരുക്കളുടെ മുഖത്തും വല്ലാത്ത ആഹ്ലാദവും സന്തോഷ പ്രകടനവുമാണ്. അങ്ങനെ ഒരു ഫുഡൊക്കെ കഴിക്കാൻ ചാടി പോകുന്നുണ്ടെങ്കിലും ഫുഡ് കഴിക്കണ സീൻ അവർ കാണിച്ചില്ല. പിന്നെ കാണിക്കുന്നത് കാലത്തുള്ള സീനാണ്. അപ്പം ഇവർ മോർണിംഗ് വാക്കിന് ആണ്. അപ്പോൾ ആ ഒരു ടൈമിൽ സ്റ്റാലി ഇങ്ങനെ കൈ വീശിയിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ പോവാണ്. അപ്പം ഈ ഔതുകുട്ടിച്ചാൻ മെല്ലെ നടക്കുകയാണ്. അപ്പം പുള്ളി പറയണം എടാ ഒന്ന് മെല്ലെ പോടാ, നിന്റെ പ്രായം അല്ലടാ എനിക്ക്. പക്ഷേ ഈ പുള്ളിയും കിതയ്ക്കുന്നുണ്ട് നമ്മുടെ സ്റ്റാൻലിയും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഔതുകുട്ടിച്ചാൻ പറയാണ് ഇനി ഇത് നിർത്തേണ്ട, നീ ഇത് തുടരുന്നു. സ്റ്റാൻലി പറയാണ് എനിക്കിതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. പണ്ട് ആർമിയിലായിരുന്ന ടൈമിൽ പുലർച്ചെ എണ്ണീറ്റ് 4:00 എണ്ണീറ്റ് ഇങ്ങനെ വർക്കൗട്ടും ജോഗിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറയണം അപ്പം നിനക്ക് ഉണ്ടായിരുന്നു, പക്ഷെ നീ കുളത്തുപുഴയിലോട്ട് വന്നപ്പോൾ നിനക്കതൊന്നും ഇല്ലാണ്ടായി. അപ്പോൾ പുള്ളി പറയണം നിർത്തിയിട്ട് ഒരുപാടൊന്നും ആയില്ല, 4-5 വർഷം ആയതേ ഉള്ളൂ. എന്നിട്ട് പുള്ളി പറയണം ഈ ജീവിതം ബോറടിച്ച പിന്നെ നമുക്കൊന്നും ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഇല്ലാന്നേ. അത് നമ്മുടെ കുട്ടിച്ചായം പറയാണ് ഇപ്പം നിന്റെ ബോറടിയൊക്കെ മാറിയോ? കാരണം ഇപ്പം നടക്കാനൊക്കെ ഇറങ്ങി ഞാൻ അതുകൊണ്ട് ചോദിച്ചാണേ. ഇപ്പൊ പുള്ളിക്കാരൻ പറയാണ് അതെങ്ങനെ ഇപ്പം എൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു ലേഡി കമാൻഡർ വന്ന് നിൽക്കുകയല്ലേ, ഒന്ന് ബോറടിക്കാൻ പോലും എനിക്ക് സമയം തരണില്ല. അപ്പൊ പേടിയൊക്കെ ഉണ്ടല്ലേ. ചുമ്മാ വെറുതെ വാത്തരം പറയാൻ നീ കരുതരുത്. അവളുണ്ടല്ലോ അവളൊരു കാര്യം മനസ്സ് വിചാരിച്ച് അവൾ അത് നേടിയെടുക്കുക തന്നെ ചെയ്യും. ഞാൻ അങ്ങനെ സറണ്ടർ ഒന്നും ആവില്ല. ഇത് പിന്നെ ഞാൻ വെറുതെ അങ്ങ് വിട്ടുകൊടുത്തതാ. അവൾക്ക് സന്തോഷിക്കാൻ വേറെ എന്തെങ്കിലും വേണ്ടായോ? അല്ല അവൾ പറഞ്ഞായിരുന്നു രാവിലെ എണീറ്റ് ഇങ്ങനെ നടക്കണമെന്ന്. ഇങ്ങനെ അവൾ എൻ്റെ മുഖത്ത് നോക്കി പറയുമോ? അങ്ങനെ പറയാൻ ഞങ്ങൾക്ക് ഒരു അവസരം കൊടുക്കുമോ എന്നിങ്ങനെ പുള്ളി വയ്ക്കുകയാണ്. അപ്പം കുട്ടിച്ചൻ സ്റ്റാലിനെ നോക്കുന്നുണ്ട്. അന്നേരം പുള്ളി പറയാണ് പപ്പ ദിവസം ഇറങ്ങി ഒന്ന് നടന്നാൽ പപ്പയുടെ ഇപ്പോൾ ഉള്ള പ്രായത്തിനെക്കാട്ടിലും നല്ല പ്രായക്കുറവ് തോന്നിക്കും, പകുതി വയസ്സേ തോന്നിക്കുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നടന്നതേ ഉള്ളൂ. അപ്പം കുട്ടിച്ചായൻ ചോദിക്കുകയാണ് അപ്പം എൻ്റെ മോൻ പ്രായം കുറയ്ക്കാൻ തീരുമാനിച്ചു അല്ലേ? പുള്ളി ഇങ്ങനെ നടന്നുകൊണ്ട് പറയണം അവൾ ആരാ മോള്, അവൾ മർമ്മത്തല്ലേ പിടിച്ചത്. അപ്പോൾ ഇങ്ങനെ സ്റ്റാൻലി ഈ പുള്ളി എന്നാ പറയുന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ടൊന്ന് ആലോചിച്ചിട്ട് പുള്ളി പറയാണ് അല്ല അവൾ പറഞ്ഞ സംഭവം ശരിയല്ലേ അപ്പച്ചാ. അപ്പം എനിക്കൊന്ന് നടന്നൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊന്ന് എനർജറ്റിക് ആവാൻ പറ്റും. അപ്പം എൻ്റെ ഈ ഒരു അലസതയൊക്കെ മാറുമ്പോഴത്തേക്കിനും ഞാൻ കുറച്ചും കൂടെ ഒന്ന് പവർഫുൾ ആവും. അതിനെന്താ സംശയം. എന്നിട്ട് ഇങ്ങനെ പുള്ളിക്കാരൻ മോനെ ഇങ്ങനെ സൂചിപ്പിക്കുകയാണ് എടാ നിന്റെ ആ ചെറുപ്പ പ്രായത്തിൽ നിന്റെ തടി എന്തോ പോലെയായിരുന്നല്ലോ, ഉരുക്ക് പോലെയായിരുന്നു, എന്നൊക്കെ നീ എന്നെ തലയ്ക്ക് മുകളിലെടുത്ത് പൊക്കുമായിരുന്നു. എന്നിട്ട് പുള്ളിയായിരുന്നു അപ്പോഴൊക്കെ ഞാൻ കരുത് നീ വളർന്നൊരു നെപ്പോളിയൻ ബോണപ്പാട്ടാവുമെന്ന്. അപ്പൊ സ്റ്റാൻലി ഇങ്ങനെ പുള്ളിനെ ഇങ്ങനെ കുറച്ചേരം നോക്കിയിട്ട് അത് വല്ലാത്തൊരു പ്രതീക്ഷയായി പോയല്ലോ കുട്ടിച്ചായ. എന്നിട്ട് പുള്ളിയുടെ മുഖത്ത് നോക്കിയിട്ട് ഭയങ്കരം തന്നെ. അപ്പോൾ പുള്ളി പറയാണ് നെപ്പോളിയൻ വേറെ ഒരു പടയാളിയായിരുന്നല്ലോ, അല്ല നീയും പട്ടാളത്തിലൊക്കെ അല്ലായിരുന്നു എന്നിട്ടും എന്നുള്ള രീതിയിൽ പുള്ളി ഇങ്ങനെ കൈകൊണ്ട് ഒരു ആക്ഷൻ കാണിച്ചു. എന്നിട്ട് പിന്നെ സ്റ്റാൻലി ഇങ്ങനെ ഈ കുട്ടിച്ചാനെ ഇങ്ങനെ നോക്കുക. എന്നാലും ഞാൻ സമ്മതിച്ചു അപ്പച്ചൻ്റെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവർ രണ്ടുപേരും കിതയ്ക്കാണ് ഇത് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് പുള്ളി പറയാണ് അങ്ങനെ ആവാതിരുന്ന നന്നായി. അന്നേരം അയാളിങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് പറയണം അങ്ങനെ ആയിരുന്നെങ്കിൽ നീ 2 തവണ വാട്ടർലൂ തോറ്റേനെന്ന്. അപ്പം നമ്മുടെ സ്റ്റാൻലി അതെന്നാ അപ്പച്ച അങ്ങനെ ഒരു വർത്താനം, അതെന്നാ ഞാൻ അത്ര പോരാത്തവനാണോ? അപ്പോൾ പുള്ളി പറയാണ് അത് പിന്നെ എനിക്കറിയാൻ പാടില്ലോ, നീ മിടുക്കനല്ലേ, നീ എൻ്റെ മോനല്ലേടാ, പക്ഷേ നിന്റെ കൂടെ നിൽക്കുന്നവർ അത്ര പോരാ, അവർ നിന്നെ എന്തായാലും കുഴി വീഴ്ത്തും. പക്ഷേ ഇപ്പോൾ വന്ന് ലേഡി കമാൻഡർ കൊള്ളാം, അവള് നിന്നെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കാനും നിന്നെ യുദ്ധം ജയിപ്പിക്കാനും പോരുന്നവൾ തന്നെയാണ്. അപ്പം ഇങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ നമ്മുടെ കുട്ടിച്ചാനെ ഇങ്ങനെ ഞെട്ടിയെന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു നല്ല ബീജമോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു.